പല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എംബൂമോ പുള്ളിയെ ഇന്ന് സൈൻ ചെയ്യും, നാളെ സൈൻ ചെയ്യുന്നൊക്കെ വിചാരിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഫാൻസ് ഒക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അഡ്വാൻസ് സ്റ്റേജിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള വിവരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് മുമ്പോട്ട് പോകാത്ത ഒരു സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഡേവിഡ് ഓൺസ്റ്റീൻ പുറത്തു വിട്ടിട്ടുണ്ട്. പുള്ളി സ്പേഴ്സിനെയും ബ്രെൻഫോർഡിനെയും അറിയിച്ചിട്ടുള്ളത്, ഞാൻ പുറത്തു പോവുകയാണെങ്കിൽ പ്രൈമറി ടാർഗറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് എംബൂമോ കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതെന്തായാലും യുണൈറ്റഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് ആണ്. 55 മില്യൺ പ്ലസ് 7.5 മില്യൺ ആഡോൺസിന്റെ ഒരു ഡീല് യുണൈറ്റഡ് ബ്രെൻഫോർഡിന് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോഴും പൈസ പോരാ, വാല്യുവേഷൻ മീറ്റ് ചെയ്തിട്ടില്ല, ഇനിയും പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇത് 62.5 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസന്റ് ആയിട്ടുള്ള ഡീലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ സൈനിങ് വളരെ വേഗം നടക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ബാഷയുടെ സൈഡിൽ നിന്നാണ്. ഈ യങ് പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ബാഷയുടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അവര് ഒരു അടിപൊളി സൈനിങ് മിഡ്ഫീൽഡിലേക്ക് നടത്തിയിട്ടുണ്ട്. റൂണി ബാഗ്ദിയാണ് ഇപ്പോൾ ബാഴ്സയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. 2 മില്യൺ മാത്രമേ പുള്ളിയുടെ ഫീ ഉള്ളൂ. കോപ്പൻഹാഗന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ലെഫ്റ്റ് ഫുട്ട് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡിലൊക്കെ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ്. നമുക്കറിയാം, ബാഴ്സയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സൂപ്പർ സ്റ്റാറായി വരാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സൈഡിൽ നിന്നാണ്. മാഡ്രിഡ് ഈ സീസണിൽ കിഡിലും 2-3 സൈനിങ്സ് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അലക്സ് ബയേനെ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. വിആർഎയിൽ നിന്നും 45 മില്യൺ പ്ലസ് 5 മില്യൺ ആഡോൺസ് കൊടുത്തിട്ടാണ് ബയേനിയെ അവർ സൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കിഡിലം മിഡ്ഫീൽഡറാണ്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. ഈ സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാർഡോസോ വന്നു, റഗേരി വന്നു, ഇപ്പോൾ അലക്സ് ബയനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർ 3 പേരും വളരെ വളരെ സോളിഡ് ആയിട്ടുള്ള സൈനിങ് ആണ്. അപ്പോൾ അടുത്ത സീസൺ നല്ല രീതിയിൽ കമ്പീറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടി അത്ലറ്റിക്കോക്ക് ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മൊണോക്കോയുടെ സൈഡിൽ നിന്നാണ്. നമുക്കറിയാം, അൻസു ഫാറ്റി ലോണിലൂടെ മൊണോക്കോയിലേക്ക് പോയിട്ടുണ്ട്. പുള്ളിയുടെ കോൺട്രാക്റ്റിൽ ബൈ ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മൊണോക്കോ അടിപൊളി പെർഫോമൻസ് ആണെങ്കിൽ ഇത് കോൺട്രാക്ട് വഴി വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ്. എന്തായാലും അൻസു ഫാറ്റിയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സ വിടാൻ പുള്ളി താല്പര്യപ്പെടുന്നില്ല. പെർഫോമൻസ് ഒക്കെ ഇംപ്രൂവ് ആയിട്ട് ബാഴ്സയിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു പെർഫോമൻസ് കൊടുക്കണം എന്നൊക്കെ പുള്ളി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇഞ്ചുറിയും ഇപ്പോഴത്തെ ടീമിന്റെ സ്ട്രക്ചറൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ അൻസു ഫാറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ മൊണോക്കോ പോൾ പോഗ്ബയെ സൈൻ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പുള്ളി ബാനൊക്കെ കിട്ടി കുറച്ചു കാലം പുറത്തായിരുന്നു. പതുക്കെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു യൂറോപ്യൻ ഫുട്ബോളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോഗ്ബ. എന്തായാലും ഒരു ഫ്രഷ് സ്റ്റാർട്ട് മൊണോക്കോ ഈ 2 പ്ലേയേഴ്സിനും കൊടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലെസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്നാണ്. അവര് റൂഡ്വാൻ ലിസ്റ്ററൂയെ ഒഫീഷ്യലായിട്ട് സാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടെറിബിൾ ആയിട്ടുള്ള സീസണാണ് നിച്ചൽ റൂയിക്ക് ലെസ്റ്ററിലൂടെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആകെ 27 മത്സരം മാത്രമേ പുള്ളി കോച്ചായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങൾ തോക്കുന്നു. ഹിസ്റ്റോറിക് ആയിട്ടുള്ള റെക്കോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആകെ 5 മാച്ച് മാത്രമേ 27 മത്സരങ്ങളിൽ നിന്ന് ലെസ്റ്ററിന് വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അവര് നമുക്കറിയാം റെലിഗേറ്റ് ആയിട്ട് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. നിച്ചൽ റൂയിയെ സംബന്ധിച്ചിടത്തോളം ഓവറോൾ ആ ടീമിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്റ്റീവ് കൂപ്പറിനെ പുതിയൊരു കോൺട്രാക്ട് ലെസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചാമ്പ്യൻഷിപ്പ് നിന്ന് പെർഫോം ചെയ്ത് തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പ്രൊപ്പോസിഷനാണ്. അവർക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പലതരത്തിലുള്ള ഡീല് ക്യാൻസൽ ആവും. പ്രധാനപ്പെട്ട പല പ്ലേയേഴ്സും പുറത്തു പോകും. ഇപ്പൊ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് കളിച്ച് ജയിച്ച് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ വളരെ ടഫായിട്ടുള്ള സെനാരിയോ ആണ്. എന്തായാലും സ്റ്റീവ് കൂപ്പറിന് ലെസ്റ്ററിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന്
ഒരു ന്യൂസും ഇല്ല. എസ്ഐയുടെ കാര്യത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആർസണൽ ഇപ്പോൾ പുള്ളിയെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്പേഴ്സ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൂൾ ഓഫ് ചെയ്തിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ആർസണൽ ചിലപ്പോൾ പുള്ളിയെ സൈൻ ചെയ്താലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.